ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും സ്വാതന്ത്ര്യം ടൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ മിത്രയാണെങ്കിൽ ആര്യയുടെ കൂടെ മിഥുനെ കാണാൻ വേണ്ടിയിട്ട് ഉൾക്കാട്ടിലേക്ക് പോയിരിക്കുകയാണ്. ആര്യയാണെങ്കിൽ മരത്തിൻ്റെ ബാക്കിൽ ഒളിഞ്ഞിരുന്നിട്ട് എല്ലാ സംഭവങ്ങളും ഇങ്ങനെ വീശിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മിഥുനാണെങ്കിൽ മിത്രയുടെ അടുത്ത് കാല് പിടിച്ച് സംസാരിക്കണ പോലെയാണ് പറയണത്. ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നു, എൻ്റെ മിത്രനെ എങ്ങനെയെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ കണ്ണിലൊന്ന് കാണിച്ചു തരണേന്ന്. എന്നിട്ട് മിത്രയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയുന്നത്, മിത്ര പ്ലീസ് മിത്ര, നീ എന്നെ വിട്ട് പോരുന്നു, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് പറ്റുന്ന നീ എന്നോട് ക്ഷമിക്കും മിത്ര, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവുമല്ലോ, നീ എൻ്റെ കൂടെ വേണം മിത്ര എന്നൊക്കെ പറയുന്ന സമയത്ത് മിത്രയാണെങ്കിൽ പറയുന്നത്, ദേ മിഥുൻ പ്ലീസ് എന്നോട് ഇങ്ങനെ ഒന്നും സംസാരിക്കരുത്, ഞങ്ങളെ ഒന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് വിട്, ദയവ് ഇതിട്ട് എന്നെ വിട്ടേക്ക് മിഥുൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അപേക്ഷിക്കാൻ കേട്ടോ. അപ്പം മിഥുനാണെങ്കിൽ സമ്മതിക്കില്ല. മിഥുൻ പറയുന്നത്, ഇല്ല മോളെ, നിന്നെ വിട്ടിട്ട് ഞാൻ പോകത്തില്ല, നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല, അങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞിട്ട് മിത്രയുടെ കൈ പിടിച്ചിട്ട് വലിച്ച് കൊണ്ടുപോകാൻ നോക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ആര്യ ഓടി വന്നിട്ട് നമ്മുടെ മിഥുൻ്റെ പുറത്തിനിട്ട് ഇങ്ങനെ ചവിട്ടാണ് കേട്ടോ സുഹൃത്തുക്കളെ. അങ്ങനെ പൊരിഞ്ഞടി അങ്ങോട്ടും പരസ്പരം പൊരിഞ്ഞടിയാവുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ ആര്യയാണെങ്കിൽ മിത്രേനെയും വിളിച്ചിട്ട് പോണ സമയത്ത് മിഥുനാണെങ്കിൽ പിന്നെ കൂടെ വന്നിട്ട് ആര്യയുടെ ബാക്കിലേക്ക് ഒരു ഒറ്റ ചവിട്ടോട്ടാണ്. ആ ഒരൊറ്റ ചവിട്ടിൽ ആര്യയാണെങ്കിൽ കമന്നടിച്ചിട്ട് കൊക്കയിലേക്ക് അങ്ങോട്ട് പോവാണ്. അവിടെ ആണെങ്കിൽ വലിയൊരു കുഴിയാണ് കേട്ടോ. അത് കണ്ടിട്ട് മിത്രയാണെങ്കിൽ ആകെ ഷോക്ക് അടിച്ച മാതിരി ആര്യാന്ന് പറഞ്ഞ് വിളിക്കണോടുകൂടി പ്രൊമോ കഴിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകണേ കൂട്ടുകാർ. ആരും ലൈക്ക് മാത്രം അടിക്കണില്ല, ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.